സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധേയയായ അവതാരകയാണ് വീണ മുകുന്ദൻ. ഒരു യൂട്യൂബ് ചാനലിലെ അവതാരകയായിരുന്ന വീണ രസകരമായ ചോദ്യങ്ങളിലൂടെയാണ് പ്രേക്ഷക പ്രശംസ നേടുന്നത്. പിന്നീട് സ്വന്തമായി ചാനൽ തുടങ്ങുകയും സിനിമയിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് വീണ ഇപ്പോൾ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ണിന് ചുറ്റും നീര് വന്ന് മൂടുകയും പതിയെ കണ്ണ് തുറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് താനെത്തിയെന്നുമാണ് പുതിയൊരു വീഡിയോയിൽ വീണ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണത്തെക്കുറിച്ച് താരം പറയുന്നത് ഇങ്ങനെയാണ്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അന്ന് നേരത്തെ പോയി. ഷൂട്ട് ഉച്ചയോടെ കഴിഞ്ഞു. ഫ്ളാറ്റിൽ വന്ന് കിടന്നുറങ്ങി. വൈകുന്നേരം എഴുന്നേറ്റപ്പോഴാണ് എന്റെ കണ്ണിന്റെ സൈഡിൽ ചെറിയ തടിപ്പ് കാണുന്നത്. എല്ലാവർക്കും വരുന്ന സാധാരണ കാര്യമെന്ന നിലയിൽ അത് വിട്ടു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. മുഖമൊക്കെ മത്തങ്ങ പോലെ തടിച്ചു വീർത്തിരുന്നു. എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. എനിക്ക് അത്രയും ടെൻഷനാണ് ഉണ്ടായത്. എറണാകുളത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് ഞാൻ പോയത്. ചെക്ക് ചെയ്തിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല, നാളെ ആവുമ്പോഴേക്കും മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അടുത്ത ദിവസം ഒരു പരിപാടിയുണ്ട്. അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പോകാമെന്നായിരുന്നു പുള്ളി പറഞ്ഞത്. ഞാൻ വളരെ കോൺഫിഡന്റായി വീട്ടിലെത്തി. മരുന്നൊക്കെ കഴിച്ചെങ്കിലും യാതൊരു കുറവും ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസം ഉണ്ടായതിലും ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായത്. ഒരു കണ്ണ് പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി. കണ്ണിന് ചുറ്റും നീര് കെട്ടി. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി ആ ഡോക്ടറെ കാണേണ്ടെന്ന് പറഞ്ഞ് കണ്ണിന്റെ ആശുപത്രിയിലെത്തി. അവിടുന്നാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. കണ്ണീർ ഗ്രന്ഥിക്ക് നീർവീക്കം ഉണ്ടായതാണ്. ഇത് വരാൻ പല കാരണങ്ങളും ഉണ്ടാവും. പെട്ടെന്ന് ഒന്നും റെഡിയാവില്ല. 2-3 ആഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. എന്റെ സമാധാനം മൊത്തം പോയത് അവിടെയാണ്. എന്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ എടുത്തു വെച്ചിരുന്നു. അഭിമുഖങ്ങളും. ആപ് കൈസേ ഹോ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിന്റെ പ്രൊമോഷനുമൊക്കെ നടക്കുകയാണ്. ആകെ കിളി പോയത് പോലെയായി. എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കരച്ചിൽ വരാൻ തുടങ്ങി. കരയുന്നതിനനുസരിച്ച് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും. ആളുകളൊക്കെ നമ്മളെ കാണുമ്പോൾ അയ്യോ ഇതെന്തു പറ്റി എന്ന ചോദ്യമായി. ഇതൊക്കെ എന്നെ ബാധിച്ചു. ഒരു ചാനൽ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിന്റെ മുഖമായ തനിക്ക് എങ്ങനെ ഇതിനെ നേരിടുമെന്ന് അറിയില്ലായിരുന്നു. കോൺഫിഡൻസ് എല്ലാം പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിനും നീര് വന്നത് പോലെയായി. അതും ഭീകരമായ മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. പക്ഷേ പതിയെ വിശ്രമിച്ചതിന് അനുസരിച്ചാണ് മാറ്റം വന്നതെന്ന് വീണ പറയുന്നു.